ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടിൻ്റെ അടുത്തുള്ള കുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് മുബഷിറാനെ കാണാനാണ്. മുബഷിറക്ക് പറ്റിയൊരു വരനെ നമുക്ക് കണ്ടെത്തണം. മുബഷിറാക്ക് നടക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ നടക്കാൻ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ ചെറിയൊരു ഉയരത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഒക്കെ പറ്റിയൊരു വരനെ കണ്ടെത്താൻ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം കേട്ടോ. എന്നാൽ നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഈ കാണുന്നതാണ് മുബഷിറാൻ്റെ വീട്. ഓക്കെ, എല്ലാവരും കൂടെ ഉണ്ടാവാം. എന്നാൽ ഉള്ളിലേക്ക് പോവാം. ഇത് മുബഷിറാന്റെ ഉപ്പയാണ്. മുബഷിറയുടെ മുബഷിറ എന്തൊക്കെയാ? ഇതാണ് കേട്ടോ മുബഷിറ. നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം അല്ലേ? മുബഷിറ, എന്നിട്ട് എന്തൊക്കെയാണ്? എവിടെയാ പഠിക്കുന്നേ? എന്തിനാ? അത് ശരി. അത് എത്ര വർഷത്തെ കോഴ്സാ? ഇപ്പൊ കൊറേ ആയോ? 6 മാസമായിട്ടേ ഉള്ളൂ അല്ലേ? അത് ശരി. ഉപ്പാ, അപ്പൊ മുബഷിറാക്കി നടക്കുമ്പോ കണ്ട പോലെയുള്ള ആ ഒരു വിഷയമാണ് മെയിനായിട്ട്. ഇങ്ങനെ ഒരു അല്ലേ, നമ്മള് എടായിക്കൊണ്ട് അങ്ങനെയുള്ള. അപ്പൊ അല്ലാണ്ട് വേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോടാ? നടക്കുമ്പോ വേദന ഒന്നുമില്ല. ആ ഒരു ഇത് ചരിവേ ഉള്ളൂ അല്ലേ? സ്റ്റെപ്പ് കയറാനൊക്കെ സ്റ്റെപ്പൊക്കെ നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ പിന്നെ കുറെ ദൂരം ഇങ്ങനെ ചരലിലെടുത്തുനിന്നൊക്കെയാണ് ഇറക്കമുള്ള എടുത്തുനിന്ന്. അതെ അതെ അതെ. അപ്പോൾ ഒരു കൈ ഒരാൾ പിടിക്കണ്ട, ബാലൻസ് കിട്ടൂല അല്ലേ? അപ്പൊ നമ്മളൊന്ന് തട്ടിപ്പോവൊക്കെ ചെയ്താൽ നമ്മളെ ബാലൻസ് പോവും അല്ലേ? അപ്പൊ ക്ലാസ്സിൽ തിരക്കിലെടുത്ത് നമ്മള് തട്ടിപ്പോവൊക്കെ ചെയ്യാലോ അല്ലേ? അപ്പൊ ആരെങ്കിലും ഒരാൾ കൈ പിടിച്ചാലും ഓക്കെയാണ്. കോളേജിലൊക്കെ ഒറ്റക്കാണോ പോലെ? അവരൊക്കെ എല്ലാരും ഹെൽപ്പ് ചെയ്യും അല്ലേ? മുബഷിറാക്ക് ഉയരം എത്രയാവും? 4.5 അല്ലേ? അപ്പോൾ ഓളെ വിഷയം അതേ ഉള്ളൂ, ഉയരത്തിന്റെ ഒരു കുറവും പിന്നെ നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. വേറെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും നോക്കില്ലല്ലോ അല്ലെ? കാര്യങ്ങളൊക്കെ ചെയ്യലില്ലേ? കുക്കിംഗ് ഒക്കെ അറിയോ? അപ്പോൾ നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു മോളാണ്. അപ്പോൾ പറ്റിയൊരു വരനെ നമുക്ക് കണ്ടെത്തണം. മുബഷിറാക്ക് ഇപ്പൊ എത്ര വയസ്സായി? 28 കഴിഞ്ഞില്ല? ഇപ്പൊ കല്യാണ ആലോചനകള് നിങ്ങള് നോക്കിയില്ലായിരുന്നോ? നോക്കണ്ട്. ഇതിലൊക്കെ ബ്രോക്കർമാരൊക്കെ അന്വേഷിക്കണുണ്ട്. പറ്റിയത് കിട്ടണില്ല. ഇട്ട ചുയിപ്പാക്കും, ബുദ്ധിമുട്ടാക്കും. നാളെ അത് കിട്ടിയിട്ടില്ല, അത് അങ്ങനെ ആയിട്ടില്ല എന്നൊക്കെ പറയും. അതിന് പറ്റിയത് വേണ്ടേ എന്നൊക്കെ പറയും. അതെ, അങ്ങനത്തെ ഉള്ള ദേഷ്യം പിടിയും ഉണ്ടാവും. നിങ്ങൾ ഇടക്കിടക്ക് ചോദിച്ചിട്ട് എന്താ നമ്മൾ അതൊന്നും ഇനി വേണ്ട, മുബഷിറാനെ കണ്ടിട്ട് മുബഷിറാനെ ഇഷ്ടപ്പെടുന്ന ഒരാള് ഇല്ലേ? തീർച്ചയായും. അതെ, മുബഷിറാക്കാൻ അത്ര വലിയ കുറവൊന്നും ഇല്ലടോ, ചെറിയൊരു ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും. മുബഷിറ എത്ര വരെ സ്കൂളിൽ പഠിച്ചേ? +2. അതിനുശേഷം ഫാഷൻ ഡിസൈനിങ്ങിന് പോയതാ? +2 കോളേജൊക്കെ ഇവിടെ അടുത്തായിരുന്നാ? +2 അവിടെയൊക്കെ ഇങ്ങനെ വണ്ടി പോവും. നിങ്ങൾക്ക് എത്ര മക്കളാ? 5 മക്കളാണ്. 2 ആണും 3 പെണ്ണും. അപ്പൊ മുബഷിറ ഇളയതാണോ? മകന്റെ ഇളയതാണ്. രണ്ടാമത്തെ കുട്ടിയാണ് അല്ലേ? മകന്റെ വിവാഹം കഴിഞ്ഞാ? കഴിഞ്ഞിട്ടില്ല. ആരതും കഴിഞ്ഞില്ല അല്ലേ? ഒരു മോളെ കഴിഞ്ഞു. അനിയത്തിന്റെ കഴിഞ്ഞ്. മുബഷിറാന്റെ കൂടിയാ നമുക്ക് പെട്ടെന്ന് തന്നെ നടത്തണം അല്ലേ? അതെ അതെ. മുബഷിറാന്റെ കല്യാണമൊക്കെ എപ്പോഴോ നടക്കേണ്ടതാണ് കേട്ടോ. കാരണം അവൾക്ക് പറയത്തക്ക അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും അല്ല. ഈ നടക്കോള കാര്യങ്ങളും ഒക്കെ അവൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തിരക്കുള്ള സ്ഥലത്തു നിന്നൊക്കെ അവൾ ഒരു ജസ്റ്റ് ഒരു സപ്പോർട്ട് അതേ അവൾക്ക് ആവശ്യമുള്ളൂ. പിന്നെ അവൾ നല്ല ബ്രൈറ്റാണ്. ഇപ്പോൾ ഇതാ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിക്കുന്നുണ്ട്. നല്ല സ്മാർട്ടായിട്ടുള്ളൊരു മോളാണ്. പിന്നെ ഉയരത്തിൻ്റെ ചെറിയൊരു കുറവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇതുവരെ ഓളെ കാണാത്ത കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ വൈകിയത്. ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് ഓളെ കല്യാണം അങ്ങ് നടത്തണം. നമുക്ക് ദൂരമൊക്കെ പ്രശ്നം ഉണ്ടോ? മതി അല്ലേ? മലപ്പുറം ജില്ലേൻ്റെ ഉള്ളിൽ മാത്രം, മലപ്പുറത്തിൻ്റെ ഉള്ളിൽ മാത്രം മതി നമുക്ക്. അപ്പോൾ നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന നോക്കാം മുബഷിറ?
ഒരു 28 മുബഷിറക്കായ ഒരു 35-34 വരെ അല്ലേ, ആ ഒരു വയസ്സ് വരെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അതേപോലെ മുബഷിറാന്റെ ഹൈറ്റിന്റെ അതേ ഹൈറ്റാണോ അല്ലെങ്കിൽ നല്ല ഹൈറ്റ് ഉള്ള ഒരാളെ പറ്റുമോ? എങ്ങനെയാ ഹൈറ്റ്? മുബഷിറാനെക്കാട്ടും ചെറിയൊരു കുറച്ചൊരു അല്ലേ, ഒരു 5 അടി അല്ലേ? കുഴപ്പമില്ലല്ലോ. ആ അതെ. അപ്പോൾ അവളെ മനസ്സിലാക്കി, മെയിനായിട്ട് നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളാവണം അല്ലേ? അതെ അതെ അതെ. കറണ്ട് പോയിട്ടോ, നമ്മൾ ഫ്ലാഷ് ലൈറ്റിലാണ് ഇനിയിപ്പം വീഡിയോ എടുത്തു പോകുന്നത്. ഉപ്പാ, പിന്നെ ഉപ്പാക്ക് വേറെന്താ പറയാനുള്ളത്? നല്ലൊരു കാര്യം, നല്ല കുടുംബം, അവളെ നോക്കണ ഒരു നല്ലൊരു ചെറുപ്രായക്കാരനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് സന്തോഷമായി. ഇവിടെ അടുത്ത പ്രദേശം ഇവിടെ ഇങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ. അതെ, നമ്മൾ ഫസ്റ്റ് വിവാഹം തന്നെ അല്ലേ നോക്കുന്നല്ലേ? ആദ്യ വിവാഹം. അതെ, ഓളെ ആദ്യത്തെ വിവാഹമാണ്. പിന്നെ ഒരു 20-35 വയസ്സിന്റെ ഉള്ളിലുള്ള ആദ്യ വിവാഹമുള്ള ആളുകളെയാണ് മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ പെട്ടെന്ന് ഡിവോഴ്സായി പോയ ആൾക്കാരും അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മളിപ്പം നോക്കിയിട്ട് ചെയ്യാം അല്ലേ? എന്തായാലും ആദ്യ വിവാഹമാണ് നമുക്ക് ഏറ്റവും പ്രയോറിറ്റി. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് വിളിക്കുക അല്ലേ? അതെ. ബഷീറ, നമുക്ക് ഓരോരുത്തർക്കും വരാൻ പോകുന്ന നമ്മുടെ ഹസ്ബൻഡിനെ പറ്റി ഒരുപാട് പറയാനുണ്ടാവുമല്ലോ. അതായത് എങ്ങനെയുള്ള ആളായിരിക്കണം, അങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകൾ ഉണ്ടാവും. അങ്ങനെ മുബഷിറാക്കി എന്താ പറയാനുള്ളത്? എങ്ങനെയുള്ള ഹസ്ബൻഡിനെയാണ് വേണ്ടിയേ? എന്നെ നോക്കാൻ പറ്റിയ, എൻ്റെ കുറവുകൾ അറിയാൻ പറ്റിയ, പിന്നെ എനിക്ക് കുറച്ച് പഠിപ്പിന് കുറച്ച് കീപ്പോട്ടാണ്. അപ്പൊ എന്നെക്കാട്ടി കുറച്ച് ഇത് വിവരമുള്ള ഒരാള്, പഠിപ്പിനൊക്കെ ഉള്ള ആള് ആയാലും മതി. മുബഷിറാക്ക് എഴുതാനും വായിക്കാനൊക്കെ അറിയില്ല? അറിയാ, പക്ഷെ മനസ്സ് ഇങ്ങോട്ട് മേൽ തലയിൽ കേറൂല. പഠിക്കാൻ അല്ലാത്ത പഠന വൈകല്യം ഒന്നും ഇല്ല. അതെ, ചിത്രം വരക്കും, ചിത്രമൊക്കെ നല്ല. വീട്ടിലിരുന്ന് ചെയ്തു ഒറ്റക്ക് ചെയ്ത് പഠിപ്പിക്കുന്നു. വെയിൽ കണ്ടു അങ്ങനെയാണ് പിന്നെ അവിടെ കൊണ്ടാക്കിയത്. റേറ്റിംഗ് നല്ല റേറ്റിംഗ് ആണ്. കൈയക്ഷരം അടിപൊളിയല്ലേ? കാരിയോഗ്രഫി. ഇപ്പൊ അതെടുക്കാൻ പോയിക്കാ. അത് ശരി, വീട്ടിൽ നിന്ന് ഫ്രീ ടൈം അതാണല്ലേ പരിപാടി? അപ്പൊ ഇതൊക്കെ മുബഷിറാന്റെ കലാവിരുദ്ധകളാണല്ലേ? അടിപൊളി അടിപൊളി, മാഷാ അല്ലാ. എന്നിട്ടാ ഇത്ര അടിപൊളി കൈയക്ഷരൊക്കെ ആണല്ലേ? എന്നാ ഫാഷൻ ഡിസൈനിങ് തന്നെയാണ് എനിക്ക് പറ്റിയ ഫീൽഡ് കേട്ടാ. മാഷാ അല്ലാ, മാഷാ അല്ലാ. അതെ. അടിപൊളി, സൂപ്പർ സൂപ്പർ. അപ്പൊ ഇതൊക്കെയാണ് അവളെ മെയിനായിട്ടുള്ള ഹോബീസ് അല്ലേ? അതെ അതെ അതെ. ഇപ്പൊ അവിടെ ഇരുന്നോ? വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാല്, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പല ആളുകളും വിളിക്കും പല സ്ഥലത്തുനിന്നും. എല്ലാവരും നല്ലവരൊന്നും ആയിരിക്കൂല. അപ്പൊ നല്ല പോലെ അന്വേഷിക്കണം കേട്ടോ. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിനും എനിക്ക് യാതൊരു വിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ അന്വേഷിച്ച് ചെയ്യാട്ടോ. പിന്നെ ആർക്കും ഓളെ ഫോട്ടോ അയച്ചു കൊടുക്കണ്ട, വീഡിയോ കോൾ വിളിച്ച് ഓളോട് വർത്താൻ പറയണമെന്നൊന്നും പറഞ്ഞാൽ സമ്മതിക്കണ്ട. ഇത് ഓളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോ പരമായിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നേരിട്ട് വന്ന് ഓളെ ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിക്കുക, അങ്ങനെയുള്ള ഇതേ ഉള്ളൂ. അപ്പോൾ കോളൊക്കെ സൂക്ഷിച്ച് നിങ്ങൾ തന്നെ ഡീൽ ചെയ്യുക. പുതിയൊരു സിം എടുത്തിട്ട് ഓളെ നമ്പറും ഓളോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കുകയും ചെയ്യരുത്. നേരിട്ട് പെണ്ണ് കണ്ട് നമുക്ക് ബോധ്യപ്പെടുന്നതിന് മുമ്പ്. പിന്നെ ഗൾഫ് നമ്പർ നെറ്റ് കോൾ വന്നാൽ എടുക്കുകയേ വേണ്ട കേട്ടോ. ഇതൊക്കെ ഒരു പേടിക്കൊന്നും വേണ്ട. ഒരു ഇതിൽ നിങ്ങളോട് പറഞ്ഞു തരല് എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. നമ്മളിപ്പോൾ പബ്ലിക്കായിട്ട് നമ്പർ കൊടുക്കുമ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ശ്രദ്ധിച്ചാൽ മതി. കോളുകളൊക്കെ മാക്സിമം എടുക്കുക. കല്യാണമൊക്കെ വളരെ പെട്ടെന്ന് ശരിയാവും ഇൻഷാ അല്ലാ. നിങ്ങൾ എന്താ ജോലി ചെയ്യുന്നപ്പാ? ഞാനൊരു ചെറിയ കട ഇവിടെ കൊണ്ടുവര്. ആദ്യം ആ ഷോപ്പ് തന്നെയാ? ആദ്യം ഗൾഫിലെ. ഇപ്പൊ വന്നിട്ട് കൊറേ ആയോ? വന്നിട്ട് ഒരു 8 വർഷമായി. അത് ശരി, വന്നിട്ട് 8 വർഷമായി. അതിനുശേഷം കട തുടങ്ങിയാണ് അല്ലേ? കട തുടങ്ങി 3 വർഷമായി. കൊറോണ ടൈമിലാണ് തുടങ്ങി. ചെറിയ കച്ചവടം, മുറുക്കാനും അങ്ങനത്തെ ഒക്കെ. ആ അതെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക. പിന്നെ ഓളെ സൗന്ദര്യം കണ്ടും പൈസ മോഹിച്ചൊന്നും ആരും വരരുത്. ഓളെ മനസ്സിലാക്കുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ തന്നെ ആവട്ടെ. മുബഷിറാക്കി വേറെ പറയാണ്ട, അത്രേ ഉള്ളൂ അല്ലേ? അതെ അതെ അതെ. എന്നാ ആയിക്കോട്ടെപ്പാ. ഇൻഷാ അല്ലാ. വേറൊന്നും ഇല്ലല്ലോ. അസ്സലാമു അലൈക്കും.
അപ്പോൾ ഫ്രണ്ട്സ്, മുബഷിറാൻ്റെ ഉപ്പയും മുബഷിറയും പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇവിടെ ലൈറ്റ് കുറവാണ്, അതുകൊണ്ട് ലൈറ്റൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓളെ മനസ്സിലാക്കുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത്. ഓളെ ഇപ്പോൾ ബുദ്ധിമുട്ട് എന്ന് പറയാൻ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, സ്റ്റെപ്പൊക്കെ കയറാനൊക്കെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ അല്ലേ ചരിഞ്ഞ് ആ രീതിയിലാണ്. മെയിനായിട്ട് നോക്കുന്ന പറഞ്ഞാൽ ഈ തിരക്കുള്ള സ്ഥലത്ത് നിന്ന് നടക്കാനൊക്കെയാണ് മെയിൻ വിഷയം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ കൈയൊന്ന് ചേർത്ത് പിടിച്ചാൽ ഒരു പ്രശ്നമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഒരു 4.5 ആ ഒരു ഹൈറ്റിലായിരിക്കും. ഇപ്പോൾ ഓളെക്കാട്ടൊരു ഹൈറ്റൊക്കെ ഉള്ള ഒരാളെയാണ് താല്പര്യം. പിന്നെ നോക്കിയിട്ട് ചെയ്യാം. എന്തായാലും ആരും വിളിക്കാതിരിക്കരുത്. ജോലിക്ക് പോയിട്ട് ഓളെ നോക്കാൻ പറ്റിയ ഒരാളായിരിക്കണം നമുക്ക് വേണ്ടിയത്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കോൾ ചെയ്തിട്ട് ഇവരായിട്ട് സംസാരിച്ചാൽ മതി. പിന്നെ തീർച്ചയായിട്ടും അനാവശ്യമായിട്ട് ആരും വിളിക്കരുത്. നല്ല ആലോചനകൾ മാത്രം വിളിക്കുക. എത്രയും പെട്ടെന്ന് നമ്മൾ കല്യാണം നമുക്ക് നടത്തണം. ഇപ്പോൾ 29 വയസ്സായി. ഒരു 35 വയസ്സിൻ്റെ ഉള്ളിൽ ആദ്യ വിവാഹമാണ് നമുക്ക് ഏറ്റവും താല്പര്യം. കാരണം ഓളയും ആദ്യ വിവാഹമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ തീർച്ചയായിട്ടും വേറൊന്നും ഇല്ല. അവളെ മനസ്സിലാക്കുന്ന ഒരാളെയൊക്കെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കണം കേട്ടോ. ഓക്കെ, എങ്കിലേ അവളെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുകയുള്ളൂ. ഓക്കെ, ഇനി അവളെ കല്യാണത്തിൻ്റെ സന്തോഷം പറയാൻ വേണ്ടിയിട്ടാവണം നിങ്ങളെ മുമ്പിൽ വരേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കൂടെ നിൽക്കാമെന്നൊരിക്കൽ കൂടെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്താണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.